ഈ പരിശുദ്ധമായ 10 ദിവസങ്ങള് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ ഭൂമിയുടെ തൊലിക്ക് മുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളെന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങള്. ഈ ദിനങ്ങൾ സൽക്കർമ്മം കൊണ്ട് അലങ്കരിക്കണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ 10 ദിവസങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ 10 ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകൾ വകാന സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ. മഹാനവറുകൾ പറയുകയാ, ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളായി കഴിഞ്ഞാൽ മഹാനായ ജുബൈർ റളിയല്ലാഹു തആല അൻഹു തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാർ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. തന്നെ കൊണ്ട് പറ്റാത്തതുമായ അത്രയും പ്രയാസപ്പെട്ടാണെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ അവിടെ നിന്ന് ഈ ദിനങ്ങളിൽ ചെയ്യുമായിരുന്നു. ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകൾ. മഹാനായ ഖുദാമ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രോഗം പിടിച്ച് കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് മാസം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ 10 ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. അവിടുത്തെ ദിവസങ്ങൾ അങ്ങനെ ആ 10 ദിനങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമലുകൾ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് പോലും നമുക്ക് സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് നന്മകൾ എന്ത് നേടി? ഈ പരിശുദ്ധമായ ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് എന്ത് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞു? അറഫ ദിനം കടന്നു വരുന്നു. ഏറ്റവും മഹത്വമേറിയ അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിനങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അറഫ ദിനത്തിന്റെ ശ്രേഷ്ഠത? എന്താ? അറഫ ദിനത്തിന് നോമ്പ് പിടിക്കാൻ പറയുമ്പോൾ അന്നത്തെ ദിവസം പോലും നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ നമുക്കൊന്ന് പോകണം. അറഫയിലേക്ക് കടന്നു ചെന്നാൽ ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവേ പടച്ചവനെ റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശികളായി കടന്നു പോകുന്ന ദിവസമാണ് അറഫ. എന്താണ് അറഫയുടെ മഹത്വം? എന്താ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ധാരാളം ഹദീസുകൾ കാണാം, ആയത്തുകൾ കാണാം. അറഫയുടെ മഹത്വം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശൂദ്. പരിശുദ്ധമായ ഖുർആൻ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. അല്ലാഹു പറയുകയാണ്, വൽയൗമിൽ മൗഊദ്. അവിടെന്ന് പറയുകയാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം. ഈ ആയത്തിൽ മശ്ഹൂദ് എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വിശദീകരണം കാണാം. അത് പരിശുദ്ധമായ ദുൽഹജ്ജിലെ അറഫ ദിവസത്തെ കുറിച്ചാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ ويوم المشهود يوم العرفة والشاهد يوم الجمعة. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുത്തുനബി പറഞ്ഞതായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാള്. അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അത് അറഫ ദിവസമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. അതിലെ ഏറ്റവും മഹത്വമേറിയ ഏറെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് അറഫ ദിവസം. ആ അറഫ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നോമ്പ് പിടിക്കാറുണ്ട്. അവിടെ എല്ലാവരും അറഫയിൽ അവരെല്ലാവരും നോമ്പ് പിടിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയിട്ട് റബ്ബിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ യാചിക്കുന്ന സമയം നമ്മളിവിടെ നാട്ടിൽ നോമ്പ് പിടിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹവും ദീൻ ഈ ഉമ്മത്തിന് മേൽ പൂർണ്ണമായി ഇറക്കപ്പെട്ട അത് അന്നാണല്ലോ
പരിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് നമുക്ക് ഇറക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണങ്ങളൊക്കെ നമുക്കറിയാം, ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രഭാഷണങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് പാഴാക്കി കളയാനില്ല. നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. ഈ ദിനങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇനിയുള്ള ദിനങ്ങളിലെ രാത്രികൾക്ക് വലിയ മഹത്വമുണ്ട്. 8, 9, 10 3 ദിനങ്ങൾ. ആ രാത്രികൾ നമ്മൾ ഹയാത്താക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉറങ്ങിക്കളയാനുള്ളതല്ല, ദുആയ്ക്ക് ഉത്തരമുള്ള ദിനങ്ങളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു. മുത്തുനബി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അറഫാ ദിനം പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞു തരികയാണ്. അത് പാപമോചനത്തിന്റെ ദിനമാണ്. വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശൈത്താൻ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കരയുന്ന ദിവസമാ അറഫയുടെ ദിവസമാണ്. ശൈത്താൻ കരയുന്നത് അവന് സഹിക്കാൻ കഴിയുകയില്ല. കാരണം അല്ലാഹുവിന്റെ അടിമകൾ അതാ പടച്ച റബ്ബേ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രംഗം കാണുമ്പോ അവന് സഹിക്കാൻ കഴിയാതെ അവന് തലയിലൂടെ തുണിയിട്ടിട്ട് കിടന്ന് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറഫാ ദിനം പാപമോചനത്തിന്റെ ദിനമാണ്. അത് മാത്രമല്ല നരകമോചനത്തിന്റെയും ദിനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറഫാ ദിവസം നരകമോചനം നേടാൻ കഴിയുന്ന ഒരു ദിനമാണ്. ഖാല ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതികല്ലാഹ ഫീ അബ്ദിൻ മിനൻ നാർ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരടിമ നരകത്തിൽ നിന്ന് മോചിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിനമാണ് അറഫയുടെ ദിനമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. മുത്തുനബിയാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യുന്നവർ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ, അങ്ങനെ ചെയ്യുന്നവരെ കാണുമ്പോ അല്ലാഹു മലക്കുകളോട് അവരെ കുറിച്ച് പ്രശംസിക്കുകയാണ്. അല്ലാഹു മലക്കുകളോട് അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു ദുആ യൗമി അറഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ വലിയൊരു പരാതിയാണ്, ഉസ്താദേ ദുആ ചെയ്തിട്ട് രോഗം മാറിയില്ല, കടം മാറിയില്ല, ജോലി കിട്ടിയില്ല, പ്രയാസങ്ങൾ മാറുന്നില്ല. എല്ലാരും പറയുന്ന ഒരു പരാതി, ഉസ്താദേ ദുആ ചെയ്തിട്ട് എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരാതിയല്ലേ? നമ്മളാരും അംബാനിയുടെ മക്കളാ ചോദിച്ചോടനെ കിട്ടാൻ. നമുക്കങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നുമില്ല. നമ്മൾ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണം. പലരും വിളിച്ചിട്ട് ഉസ്താദേ ദുആ ചെയ്തു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇത് എന്നെ എപ്പോഴും പറച്ചിൽ തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളൊക്കെ SLC പരീക്ഷയൊക്കെ എഴുതി നല്ല വിജയങ്ങളൊക്കെ നേടി നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യമാണ്. 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് ഫുള്ളി A+ വാങ്ങിച്ച മക്കൾ അൽഹംദുലില്ലാഹ് നല്ല കഴിവുള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യമുണ്ട്, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഒരു സഹാബി അവിടെ നിന്ന് ഇങ്ങനെ വസ്ത്രം ധരിച്ച ഊരിയ വസ്ത്രം ഇങ്ങനെ ഊരിയിടുകയാണ്. ധരിച്ചിരുന്ന വസ്ത്രം ഊരി ഇങ്ങനെ ഇടുമ്പോ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ നല്ല ആരോഗ്യം കണ്ടപ്പോ കൂടെ നിന്ന സഹാബി പറഞ്ഞു, വല്ലാത്ത ആരോഗ്യമാ, അയ്യോ പറയും, നല്ല ബോഡിയാണെന്ന് പറയൂലേ.
അവിടെ നിന്ന് പറഞ്ഞു വല്ലാത്ത ശരീരമാ. ആ പറഞ്ഞു തീർന്നതും ആ സ്വഹാബി നിന്ന നിപ്പിനൊറ്റ വീഴ്ച, അനക്കം പോലും ഇല്ല, വീണു. അവിടെ നിന്ന് എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഈ സ്വഹാബി എടുത്തുകൊണ്ടുപോയി. പ്രവാചകൻ ഉദുവെടുത്തു, വെള്ളം സഹാബിയുടെ മുഖത്തൊഴിച്ചു, ബോധം തിരിച്ചു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞത് അൽ ഐനു ഹഖു, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ സഹാബി വരെയും പറഞ്ഞു ഇല്ല ആരോഗ്യമാണല്ലോ എന്ന് പറഞ്ഞുള്ളൂ. ഒറ്റ വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അപ്പൊ കണ്ണീർ സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചു, നല്ല കാര്യമാണ്. ആ കുട്ടികളെ അഭിനന്ദിക്കണം, അവർക്ക് ആശംസകൾ നൽകണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ ഇതിലൂടെ മുതലെടുക്കുന്ന മറ്റു പലരുണ്ട്. ഏത് പോസ്റ്റിൽ നോക്കിയാലും പോസ്റ്റർ കാണാം. A+ വാങ്ങിച്ച കുട്ടികളുടെ ഫോട്ടോ സ്കൂളിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല, ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ മാത്രമല്ല, പല പോസ്റ്റിന്റെ മുകളിലും ഇങ്ങനെ മക്കളുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ സർവ്വ സ്ഥലങ്ങളിലും എടുത്തുകൊണ്ട്. ഇതൊന്നും ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് പഠിക്കാൻ ഒരു പാഠം പഠിപ്പിച്ചു തരാം. ഇതൊക്കെ ചെയ്യുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കണം. A+ വാങ്ങിച്ചു, നിന്റെ മക്കൾക്ക് A+ വാങ്ങിച്ചെങ്കിൽ അവർ അഭിനന്ദിക്കണം, എന്തും നിനക്ക് ചെയ്യാം. പക്ഷെ ആ മക്കളുടെ ഫ്ലെക്സുകൾ എടുത്തു വെക്കുകയും ഫോട്ടോകൾ ഷെയർ ചെയ്യുകയും A+ വാങ്ങിച്ച കുട്ടി എന്ന് പറഞ്ഞു പൊക്കിയെടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ ഞാനിരിക്കുമ്പോ ഒരു വാപ്പയും ഉമ്മയും തന്റെ മകളുമായി കടന്നു വന്നു. 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങി, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിയ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കൊണ്ടുവന്നപ്പോ പരിതാപകരമായ ഒരു അവസ്ഥയാ. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പുസ്തകം വലിച്ചു കീറുന്നു. കുട്ടിക്ക് പഠിക്കാൻ ഒരു ഉത്സാഹമില്ല, പഠിക്കാൻ വലിയ ഉത്സാഹമൊന്നുമില്ല. ഒള്ളയൊക്കെ പോയി, ബുദ്ധി കുറഞ്ഞുപോയി, കുട്ടിക്ക് ഇപ്പൊ പഠിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഫ്ലെക്സ് എടുത്ത് വെച്ചായിരുന്നോ? ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ആ പിതാവിനോട് ചോദിച്ചു വെച്ചിരുന്നോ? കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി സ്റ്റേജിൽ കയറ്റിയിട്ട് സമ്മാനം കൊടുക്കുവാനും ഫേസ്ബുക്കിൽ എഴുതിയിടാനും വലിയ വലിയ ഫോട്ടോസുകൾ വെക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മനസ്സിലാക്ക്, ഈ പോകുന്ന മനുഷ്യൻ നോക്കിയിട്ട് എന്തൊരു ബുദ്ധിയാടായി കുട്ടിക്ക്, ഇതൊരു ബുദ്ധിയാ. സ്വന്തം മക്കള് A+ വാങ്ങിക്കാത്ത മക്കളോട് മാതാപിതാക്കളെ പറയാ, അബൂബക്കറിന്റെ മോളെ കണ്ടുപിടി, കണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വാക്കുമതി. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി എനിക്ക്. ആ പ്രിയപ്പെട്ട പൊന്നുമോൾ പുസ്തകം പഠിക്കാൻ കഴിയുന്നില്ല, വളരെ പ്രയാസത്തിൽ. എന്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് ഇത് മനസ്സിലാക്കുന്നില്ല? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ അപ്പത്തെ ഒരോളം എല്ലാവരും ഒന്ന് അറിയിക്കണം, എല്ലാവരും ഒന്ന് അറിയിച്ചൊക്കെ ഇത്തിരി വലിയതാക്കണം. അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോ അവസാനം പിന്നെ ഒന്നുമില്ലാതെ വീടിനകത്തിരിക്കുന്ന അവസ്ഥ. ഇത് ഈ ഒരെണ്ണം മാത്രമല്ല. ഒരിക്കൽ കണ്ണൂർ വാഴത്തിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയൊരു വീട്ടിലും ഇതേ സംഭവം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് അപ്പോഴും ഞാൻ ഇതേ വാക്യം തന്നെയാ ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഹദീസാണ്. അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസ് കാണാം, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും കണ്ണീർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പറഞ്ഞതിനർത്ഥം എന്റെ മോള് 10 A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൾ ആദരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളിയിലോ മദ്രസകളിലോ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ, അതല്ലാതെ എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പല ഫ്ലെക്സുകളിൽ പേര് മാത്രം കാണും, ഫോട്ടോ കാണാറില്ല. പല സ്ഥലങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോട്, നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് ചിലപ്പോൾ ഇതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മുടെ മക്കൾ കാരണം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരുടെ കണ്ണുനീര് കാണേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് പാഴാക്കാനുള്ളതല്ല. റമദാനിന്റെ അവസാനത്തെ ദിനങ്ങളിൽ ആ 10 ദിനങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ 5 ദിവസം കഴിഞ്ഞു. ഇനി ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കുന്നു. 7, 8, 9, 10 ഈ ദിനങ്ങൾ 8ഉം 9ഉം 10ഉം വലിയ മഹത്വമുള്ള രാവുകളാണ്. ഹദീസുകൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
അറഫയിലെ ദിവസത്തെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ളതാണോ? ഹജ്ജിന് പോയി അറഫയിൽ നിൽക്കുന്നവരുടെ ദുആയിക്ക് മാത്രമേ ഉത്തരവുള്ളൂ? അല്ല, ആമായിട്ട് എല്ലാവർക്കും അന്നത്തെ ദിവസം അറഫയുടെ ദിവസം ഏത് മുസ്ലിം അല്ലാഹുവിനോട് ദുആ ചെയ്താലും അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ഖൈറു ദുആഇ യൗമി അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാ. അവിടുന്ന് പറയുന്നു, കാന അഖ്സുറു ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ അറഫാ ദിവസത്തിൽ നടത്തിയ പ്രാർത്ഥനയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഷാജിക്കൊക്കെ പ്രത്യേകിച്ച് കേൾക്കണം. ഒന്ന് ചെവിയെടുത്ത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വിളി ഷാജി, ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഏറ്റവും കൂടുതൽ ഫോളോ വരുന്ന ആളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളോട് പറയും. ഉസ്താദേ, രോഗമാണ്, കടമാണ്, ജോലിയില്ല, മക്കളില്ല, വീടില്ല. ഇത് തന്നെയാ സത്യം പറഞ്ഞാൽ. ചില ഫോണുകൾ വന്നു കഴിഞ്ഞാൽ ഉള്ള മൂടേ പോകും. സത്യം പറഞ്ഞാൽ ചില ഫോണുകൾ, ഇന്നിപ്പോ വണ്ടി കാത്തിരുന്നപ്പോൾ ഒരു ഉമ്മ വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ഉമ്മയുടെ സങ്കടം എത്ര വലുതാ നമ്മൾ മനസ്സിലാക്കണം. ആ ഉമ്മയുടെ സങ്കടം പള്ളിക്ക് വേണ്ടി തൻ്റെ ചെവിയിൽ കിടന്ന കമ്മലാണെന്ന്, ആകെ ഉണ്ടായിരുന്ന കമ്മല്, തൻ്റെ ചെവിയിൽ ആകെ ഉണ്ടായിരുന്ന കമ്മലും ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടി കൊണ്ടുപോയി വിറ്റിട്ട് 5000 രൂപയാണെന്ന് ഉള്ളത് പള്ളിക്ക്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മകള് അല്ലാഹു അലം മരണപ്പെട്ടു പോയി. അല്ലാഹു അതിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഉമ്മയുടെ വേദന വല്ലാത്ത വേദനയാണ്. 10 മാസം പ്രായമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. എന്തിനാണ് ആ മോൾ ആത്മഹത്യ ചെയ്തതെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ല. 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെയും ഭർത്താവിനെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ ആ ഉമ്മ വല്ലാത്ത സങ്കടവ കര, എൻ്റെ മോൾ എന്തിനു ചെയ്തു എന്നറിയണില്ല. ആ ഉമ്മയുടെ കരച്ചിലിട്ടപ്പോൾ തന്നെ സങ്കടമായിപ്പോയി. മോനെ, മറന്നുപോലെ എൻ്റെ പൊന്നുമോനെ, ഏത് സദസ്സിലും ദുആ ചെയ്യണം എൻ്റെ ഉമ്മ, എൻ്റെ മകൾക്ക് വേണ്ടി എന്ന് പൊട്ടിക്കര. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയ്ക്ക് അല്ലാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ ഉമ്മയുടെ അവസാനം ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആ പൊന്നുമോള് എന്താണെന്ന് അല്ലാഹു അലം നമുക്കറിയില്ല. അല്ലാഹു നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഓരോ മനുഷ്യന്റെയും ഈ പറയുന്ന പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നി. ഓരോ മനുഷ്യനും സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ മതി. ഇപ്പൊ തന്നെ കോഴിക്കോട് നിന്നൊരു പെൺകുട്ടി കിടന്നിട്ട് എന്താ പറയണെന്ന് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞാൽ ഫോൺ എടുത്ത് ഞാൻ നേരെ ഷാജിക്കാടേക്ക്, അത്രയും സങ്കടങ്ങളാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കടങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരം ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഒരു ദിക്ർ നിങ്ങൾ ദായിമാക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ ദായിമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്ന ദിക്റാന്നറിയാവോ? എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയ ദിക്ർ? കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ദുആ. ഈ പറയുന്ന ദിക്ർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന ഈ പറയുന്ന ഒരു ദിക്ർ ദായിമാക്കിയ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു ദിക്റുണ്ട്, പറഞ്ഞു തരട്ടെ. കഅബയുടെ കില്ലയിൽ നോക്കിയിട്ടുണ്ടോ? വീട്ടിലൊക്കെ പോയിട്ട് കഅബയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ എടുത്തിച്ച് നോക്കിയാൽ മതി. ഒന്നെടുത്ത് വെച്ച്, അങ്ങനാണല്ലോ റൗള ഷരീഫിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? ഇല്ലേ? റൗള ഷരീഫിനകത്ത് പോകുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ പലതും? നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന പല വാചകങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആര് നോക്കാനാ? അവിടെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റുഭാഗം നോക്കാം, മിനാരം പൊങ്ങുന്നുണ്ട്, അത് പൊങ്ങുന്നുണ്ട്. കഅബയുടെ നിങ്ങൾ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഞാനും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കഅബയുടെ നേരെ നിന്ന് നിസ്കരിക്കും. എന്നിട്ട് അള്ളാഹിനോട് പറയും, പടച്ചോനെ എന്നെ നീ അവിടെ എത്തിക്കണേ അല്ല, എത്തിക്കണേ അല്ല, എത്തിക്കണേ അല്ല. എന്നിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ടോ ഇത്രയും കാലം കഅബയുടെ നേരെ നിന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് സെൽഫി എടുക്കുക. കഅബ പുറകില. ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ചില ആൾക്കാര് തവാഫ് ചെയ്യുന്നവന്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും ഒരു ഫോട്ടോ എടുക്കാൻ. ഓൻ ഇങ്ങനെ എന്നിട്ട് ആരെ പറ്റിക്കാനാ? ഇതൊക്കെ കാണേണ്ട രംഗങ്ങളാ. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ.
ആ തവാഫ് ചെയ്യുന്ന ഹാജിയെ വിളിച്ചിട്ട് പറയാ, ഒരു ഫോട്ടോ, ഒരു ബ്ലക്ക് ഒന്നെടുത്ത എന്നിട്ടോ ഇങ്ങനെ നിന്നിട്ട് നാലിച്ചയ്ക്ക് എന്നാ അവനെ തിരിഞ്ഞ ആ കഅബ, അവന്റെ ബാക്ക് സൈഡ് കഅബയിലേക്ക്. ഇതാ മനുഷ്യനിതാ. നമ്മളിവിടെ എന്നിട്ട് പഠിപ്പിക്കുന്നു അങ്ങോട്ട് നിസ്കരിക്കണം, വലിയ കാര്യം. ആ മക്കത്ത് കഅബയുടെ മുറ്റത്ത് കിടക്കണം എത്ര പേര് നിസ്കരിക്കാത്തവരുണ്ടെന്നറിയാം. ആ മണ്ണി കിടന്നിട്ട് ഒരു പക്കത്ത് നിസ്കാരത്തിന് ലക്ഷക്കണക്കിന് പ്രതിഫലമുണ്ടെന്നാ. ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാളും ലക്ഷക്കണക്കിന് പ്രതിഫലം അവിടെ ഉണ്ട് മക്കത്തും മദീനത്തും പോയി നിസ്കരിച്ച. എന്നിട്ട് നിസ്കരിക്കാത്ത മഹാന്മാരില്ലേ? ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുക. ഹജ്ജിനും ഉംറയ്ക്കും എന്താ എനിക്ക് അത്ഭുതം തോന്നണ്ട? അത് ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴാ. സ്ഥിരം പോകുന്നവർക്ക് തോന്നുന്ന കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉംറയ്ക്ക് പോകുന്ന പല ആൾക്കാരും റൂമിൽ കിടന്ന് സുഖം ഉറക്കവ. അത്ര അനുഭവങ്ങളുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത്. അപ്പൊ ഞാൻ ആ കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിരിക്കണ ഒരു ദുആ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദായിമാക്കിക്കോ, രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ അത് ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല. എന്താ ഷാജിക്ക അൻസാരിക്ക എന്താ മെമ്പറിന് എന്താ പോലും കോവിഡ് ഡ്യൂട്ടി ആയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പോത്തിനെ എടുക്കാൻ നാളെ രാവിലെ പോകണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വരുന്നില്ല. അൽഹംദുലില്ലാ. നമ്മുടെ പോത്ത് ബംഗാളി എടുത്ത് മറിച്ചെന്ന് പറഞ്ഞിട്ട് നാസറണ്ണൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാസറണ്ണനൊക്കെ അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ പള്ളിയായിട്ട് കുറച്ചുകൂടെ കടുക്കണം. റമദാൻ മാസത്തിലുണ്ടായിരുന്നു, പോയി. റമദാൻ മാസത്തിലുണ്ടായിരുന്നു, പോയി. ഇപ്പൊ അൽഹംദുലില്ലാ വലിയ പെരുന്നാൾ വന്നു. വലിയ പെരുന്നാൾ കഴിയുന്ന പോരുത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ല പാവപ്പെട്ടവൻ അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. 25 സ്വർഗത്തിലേക്കുള്ള വാഹനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. സ്വർഗത്തിലേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന 25 വാഹനമുണ്ട് അല്ലേ? അതിന്റെ ഉത്തരവാദിത്തം ഏക്കാൻ പോവാ. അതിന്റെ വാലിലെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. അല്ലേ മനുഷ്യ, അതിനെ നോക്കുന്നതിനും പ്രതിഫലമില്ലേ? ഒലുഹിയ മൃഗത്തിനെ നോക്കിയിട്ട് പ്രസിഡന്റിനോട് പറയും, ബാപ്പു അൻസാരി സമയമില്ല, കട 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 ഷൗക്കണ്ണം എന്നെ വരാഞ്ഞല്ലോ. ഇവരൊക്കെ വിളിക്കും, എന്റെ പൊന്നാര ചങ്ങാതിമാരെ, എനിക്ക് വല്ല വട്ടുകൊണ്ടോ റൂമിൽ ഇരുന്നിട്ട് ചാടിക്കയറി പോകാൻ? എന്തിനെ പോണെന്നറിയോ? ആ പോകുന്ന അത്രയും ദൂരം അല്ലാഹുവേ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആ പോകുന്ന അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുക്കുമല്ലേ? ഇവിടെ നേറ്റിമാനൂർ എന്ന് പറയുന്നപ്പോ ഓട്ടവായപ്പോഴും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുക്കല്ലേ? പോയി സംസാരിക്കുന്ന സംസാരം മൃഗത്തെ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, സംസാരിക്കുന്നതിന് ദിക്റിന്റെ കൂലിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സംസാരിക്കുന്നതിന് പോലും ഇപ്പുറത്തൊരു പോത്ത് നിൽക്കുന്നു, പോയിട്ട് അൽഹംദുലില്ലാ അടുത്ത് പോകണ്ട, കാരണം അത് ഇടിക്കണ പോത്ത. അതിനിടയ്ക്ക് പോകാതെ പോയി നിന്നിട്ട് അൽഹംദുലില്ലാ ഒരു നല്ല വാക്ക് പറ, നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ. അപ്പൊ കേട്ടോ നോക്കിക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ മെമ്പറെ, അപ്പൊ നാളെ പോണം കേട്ടോ ഇൻഷാ അല്ലാഹ്. രാവിലെ സ്വർഗത്തിലേക്കുള്ള വണ്ടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിവസത്തിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത പ്രാർത്ഥന ഏതാ? അറഫാ ദിവസത്തിൽ അവിടെ നിന്ന് ഹദീസ് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആയാ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ദുആ ഏതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല. അവൻ ഏകനാണ്, പങ്കുകാരനില്ലാത്തവനാണ്, പരമാധികാരം അവനാണ്, എല്ലാ സ്തുതിയും നന്ദിയും അവനാണ്. അവന്റെ പക്കലാണ് എല്ലാ നന്മയുമുള്ളത്. അല്ലാഹു സർവ്വ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിൽ നിന്ന് അശക്തനാണ്. ഈ പറയുന്ന
ദുആയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയുടെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തതെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഇവിടെയാണ് നബിയുടെ ഈ ദുആ എന്ന് പറഞ്ഞ് ഒരു ദിക്റാണല്ലോ എന്ന് പറഞ്ഞ് തള്ളലല്ല, അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുകയാ. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വർഷത്തിലെ ദിവസമാണ് അറഫ ദിവസമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വർഷത്തിലെ ദിവസമാണ് അറഫയുടെ ദിവസം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനാല ഈ ദിക്ർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ദിക്ർ പറയാൻ ഖുർആൻ പാരായണത്തിനും പരിശ്രമം എല്ലാം ചെയ്യണം. ഈ ദിക്ർ മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ നോമ്പിന്റെ പ്രതിഫലം എന്താ? ഇപ്പൊ ചോദിക്കും, ഉസ്താദ് അവിടെ അങ്ങനല്ലേ ഇവിടെ അങ്ങനല്ലേ? അവിടെ അറഫ ദിവസത്തിലല്ലേ നമ്മളൊക്കെ നോമ്പ് പിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് പിറ്റേ ദിവസമല്ലേ? പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം എന്താ? ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിയാമു യൗമ അറഫ അഹ്തസിബ അലല്ലാഹ് അയ്യുകഫിറു സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അറഫ ദിനത്തിലെ നോമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി. എന്തേ പറഞ്ഞ്? അറഫ ദിവസത്തിലെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടും. ഇനി പൊറുക്കപ്പെടുന്നതോ വരാനിരിക്കുന്ന ഒരു വർഷം. അപ്പൊ ഇതിനകത്തൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അറഫ ദിവസം നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടുന്നവൻ ചിന്തിച്ചോണം, ഒരു വർഷം കൂടെ അവന് ദീർഘായുസുണ്ടെന്ന്. ഒരു വർഷം കൂടെ എന്തേ പറ, ഈ നോമ്പ് പിടിച്ചവന്റെ അടുത്ത ഒരു വർഷത്തെ പാവം പൊറുക്കൂലേ? അപ്പൊ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നവനല്ലേ ഇത് പിടിക്കാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടെ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അറഫാ ദിനത്തിലെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് ഈ നോമ്പിന്റെ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ദുൽഹജ്ജിന്റെ ദിനങ്ങൾ 9 വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചതായി പല ഹദീസുകൾ കാണാം. പല മഹത്തുക്കളും നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന അമലുകളെ കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് കുറേ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദ് നബി പറഞ്ഞ കഥ എന്താ? ഇൻഷാ അല്ലാഹ് നാളെ ആയുസ് ഉണ്ടെങ്കിൽ നബി പറഞ്ഞ കഥ തന്നെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചിരിക്കണേ, നാളെ നീളെ മനുഷ്യനല്ലേപ്പാ, ഇവിടെ വരുമ്പോഴാ ഓർമ്മ വരിക. ഇൻഷാ അല്ലാഹ് എന്തായാലും നാളെ നമുക്ക് ഓർക്കാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വല്ലാത്ത വിശാലമുള്ളതാണ്. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളില്ലേ? ഉണ്ടോ? ഈ പള്ളിക്ക് തന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 വാതിൽ ഇതിന് തന്നെ ഉണ്ട്. സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ടെന്ന്.
ജന്നാത്തി അദ്നിന മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ സ്വർഗ്ഗത്തിന് വാതിലുണ്ടെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കാം. ഖുർആനിന്റെ മറ്റൊരു ഭാഗം നോക്ക്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ അതിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനകത്തുകൂടെ കടന്നു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. സ്വർഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പിന്നെയും പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നോക്ക്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും അദാ വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. പടച്ചവനെ, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതാ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്നാ. സ്വർഗ്ഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, സ്വർഗത്തിന്റെ വാതിലിൽ കട്ടിലകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹിറായുടെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് കവാടങ്ങളുണ്ട്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. നമ്മൾ റമളാൻ മാസം വരുമ്പോൾ പറയും, റമളാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ കവാടങ്ങളുടെ ഇടയിലുള്ള ദൂരം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മക്കയുടെയും ബുസ്രയുടെയും ഇടയിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂരം, എത്രയോ ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരത്തോളം ഓരോ വാതിലിന്റെ ഇടയിലുള്ള അകൽച്ചയുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. മഹാനായ ഉത്ബ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, സ്വർഗത്തിലെ രണ്ട് വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം. കട്ടിലെന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കപ്പ ഇപ്പൊ കട്ടള, അതായിരിക്കും. രണ്ട് വാതിലുകൾക്കിടയിലുള്ള സ്ഥലമല്ല, ആ കട്ടലകൾക്കിടയിലുള്ളത്. അപ്പൊ അത്ര വാതിലിന്റെ വിശാലത നോക്കിയാൽ മതി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 40 വർഷത്തെ വഴിദൂരമാണെന്ന് നബിയിന റസൂലുള്ളാഹി. മെമ്പറെ കേക്ക്, ഇതിനകത്തുള്ള സ്ഥലം എത്ര, രണ്ട് കട്ടളകൾ, രണ്ട് സൈഡിലിരിക്കുന്ന രണ്ട് കട്ടളകൾക്കിടയിലുള്ള ദൂരം 40 വർഷത്തെ വഴിദൂരം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? എത്ര? 8 കവാടം. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? കുറെ കാലം കൊണ്ട് വഴുത് വെക്കാം, പറ.
സ്വർഗത്തിന്റെ മധ്യവാതിലേതാ? പറയടാ ചങ്ങായിമാരെ, ആരാടാ? വല്ല ഗെയിമിനെ കുളിച്ച് ചോദിക്കും ഉസ്താദെ, എപ്പൊ പറഞ്ഞുതരാ. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? ആരാ മനുഷ്യ? വാപ്പയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, പക്ഷെ വാതിലിൽ കൂടല്ലേ കയറാൻ പറ്റൂ. ഉമ്മാടെ കാൽച്ചുവട്ടിലാ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ. പക്ഷെ കവാടം വേണ്ട, വാതിലിൽ കൂടല്ലേ കയറാൻ പറ്റൂ. അപ്പൊ വീടിന്റെ മധ്യവാതിലാരാ? അത് വാപ്പയാ. അപ്പൊ വാപ്പാടെ പൊരുത്തവും വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കവാടത്തിനും പ്രത്യേകം പേരുകളുമുണ്ട്. അതിനകത്തുകൂടെ കടക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രവേശനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് സ്ത്രീ, ഇത് പുരുഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ബസ്സിനകത്ത് കയറിയ വികലാംഗന സീറ്റ്, വൃദ്ധന്മാർക്ക്, മുതിർന്ന പൗരന്, കണ്ടക്ടറിന്, അല്ലേ, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എന്ന് പറയണ പോലെ സ്വർഗത്തിന് പ്രത്യേക കവാടങ്ങളുണ്ട്. നമസ്കാരക്കാർക്ക് ബാബു സ്വലാത്ത്, നമസ്കരിക്കുന്നവർക്ക് കടന്നു പോകാൻ ബാബു സ്വലാത്ത്, നോമ്പുകാരന് കടന്നു പോകാൻ ബാബു റയ്യാൻ, ജിഹാദ് ചെയ്യുന്നവർക്ക് ബാബുൽ ജിഹാദ്, സദക്ക ചെയ്യുന്നവർക്ക് ബാബു സദക്ക എന്നിങ്ങനെ ചില പേരുകൾ തന്നെ വാതിലുകൾക്കുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലെ ഒരു വാതിൽ റയ്യാൻ എന്നറിയപ്പെടും. അതിലൂടെ നോമ്പുകാരനല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും 2 ഇണകളെ ചെലവഴിച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവനെ വിളിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇനി പറയാൻ പോകുന്നത്, എന്നാൽ സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് ഇന്നാക്ക്, ഇത് നിസ്കരിച്ചവന്, ഇത് ഖുർആൻ ഓതിയത്, ഇത് ജിഹാദ് ചെയ്തവന്, ഇത് സദക്ക കൊടുത്തത്, ഇത് നോമ്പ് പിടിച്ചവന്, ഇത് മാതാപിതാക്കളെ സ്നേഹിച്ചവന്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 8 കവാടങ്ങളും ഒരാൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വർഗത്തിന്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നിട്ടിട്ട് വിളിക്കണം, സിറാജ ഇതിലേവാ, ഇതിലേവാ, ഇതിലേവാ. എല്ലാം കൂടെ 8 വാതിലും വിളിക്കും, ഇങ്ങോട്ട് വാ. 8 കവാടവും വിളിക്കുന്ന, നീ എന്നിലൂടെ കയറിപ്പോ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടവും മാടി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.